നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരൂരിൻ്റെ ഹൃദയഭാഗത്ത് ഇല്ലടാ, എവിടെടാ? തിരൂര് കോരങ്ങത്ത്, അതേപോലെ തന്നെ ബൈപ്പാസ്, അതായത് നമ്മളെ പഴയ സെബിൽ സൂപ്പർ മാർക്കറ്റിൻ്റെ ഒക്കെ ബാക്കിലായിട്ട് ഇവിടെ ഒരു ഗോഡൗൺ ഉണ്ട്. ഒരു എന്താ പറയുക, ഒരു അക്രി എന്ന് പറയാം അല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു ഗോഡൗണിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ കുറച്ച് ദിവസം തന്നെ, അതായത് ഒരാഴ്ച മുന്നേ നമുക്ക് നമ്മളെ ഫ്രണ്ട്, അതായത് ഇതിൻ്റെ ഓണർ അല്ലേ, ഷെരീഫാക്ക, നമ്മളെ ചങ്കാണ് ഷെരീഫാക്ക, നമുക്ക് വീഡിയോ ഇട്ട് തന്നിരുന്നു. ഇവിടെ ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, പക്ഷെ അത് പോയി ഇനി കാണുമ്പോൾ വിളിക്കാമെന്ന് അറിഞ്ഞിട്ട് ഞാനാണെന്നുണ്ടെങ്കിൽ അർജൻറ്റായിട്ട് പോവുകയാണ്. അതിൻ്റെ ഇടയിൽ അവൻ്റെ കോൾ വന്നപ്പോൾ നേരെ ഇങ്ങോട്ട് തിരിച്ചതാണ്. എന്തായാലും ഇവിടെ കുറച്ചൊരു സാധനം കൂട്ടിയിട്ടുണ്ട്. ഇതുവരെ കയറ്റാൻ വന്നതാണ് നമ്മളെ കുട്ട. എൻ്റെ പേരെന്തായിരുന്നു? സക്കീർ ഹുസൈൻ, അതായത് ഹുസൈൻ മറ്റാണ് സക്കീർ ഹുസൈൻ, അതാണോ? സക്കീർ ഹുസൈൻ മോഹൻലാലിൻ്റെ കുടുംബക്കാരനാണ്. അപ്പോൾ ഇവിടെ ലോഡ് കയറ്റുന്നതിൻ്റെ ഇടയിൽ അന്ന് ലോഡ് കയറ്റുമ്പോഴാണ് കണ്ടത്. ഇന്നിപ്പോൾ അതേപോലെ തന്നെ അല്ലേ. അന്ന് ലോഡ് കയറ്റുമ്പോൾ പിന്നെ ഞാൻ ഇല്ലാത്ത കാരണം അത് മിസ്സായി. എന്നോട് പിടിക്കണ്ടെന്ന് അറിഞ്ഞിട്ട്, ഉണ്ടാവുമ്പോൾ പിടിച്ചാൽ മതി എന്ന് പറഞ്ഞു. അവിടെ ഇല്ലായിരുന്നു, മലപ്പുറത്തേക്ക്. അപ്പോൾ എന്തായാലും ഇന്നും ആൾ വന്നിട്ടുണ്ട്. ഇന്ന് ഞാൻ മലപ്പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്ന് മലപ്പുറത്ത് പോവാതെ അവിടേക്ക് ചാടിയതാണ്. അപ്പോൾ ആരെ കണ്ട്? മറ്റൊരാളുണ്ട്, ഷെരീഫ് സാർ തന്നെയാണ് കണ്ടത്. അപ്പോൾ കണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ അടിയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിൽ കൂടെ പോയിക്കണമെന്ന് അറിയില്ല. എന്തെന്നായാലും അപ്പുറത്തെ ഒരു ഗ്രിൽസിൻ്റെ ചാവി ചോദിച്ചിട്ടുണ്ട്. അത് കൊണ്ടുവന്ന് അവിടെ നോക്കി അവിടുത്തെ ഹോളുകളൊക്കെ അടച്ചിട്ട് വേണം ഇവിടുന്ന് പിടിക്കാൻ. അപ്പോൾ നമ്മളാൾ മുതലാളി, പാമ്പിൻ്റെ മുതലാളി അങ്ങോട്ട് പോയിട്ടുണ്ട്. തിരിച്ചു വരുന്ന വരെ കുറച്ച് വെയിറ്റിങ്ങിലാണ്. പിന്നെ ഇവിടെ കാണികളായിട്ട് ആരുമില്ല, കുറച്ച് മേലായിട്ട് കുറച്ച് ആൾക്കാർ ഇവിടെ കാണുന്നില്ല പിള്ളേരെ. എവിടെ ഒരു ആയോ അഞ്ചാണി? നിങ്ങളിങ്ങോട്ട് ചാടല്ലിട്ടോ അവിടുന്ന്. ഭാവിയുടെ വാഗ്ദാനങ്ങളാണ് നിങ്ങൾ, അവിടുത്തെ ചാടല്ലി നിങ്ങൾ. പിന്നെ കാണൂലേ? അവിടെ ഇരുന്ന് കണ്ടാൽ മതി. നിങ്ങൾ അത്രയാണല്ലോ അവിടെ. ഞാളെ വിളിക്കണ്ട, മോശല്ലേ. അപ്പോഴേ നമ്മളെ റെസ്ക്യൂവിലേക്ക് കിടക്കുകയാണ്. എന്താ പറയുക, ഇനി പാമ്പിനെ കിട്ടി ഈ ബാഗിലാക്കിയാൽ മാത്രമേ നമുക്കൊരു സമാധാനമുള്ളൂ. അപ്പോൾ ഓക്കെ. അതായത് ഇപ്പം ശുദ്ധ പൊട്ടനാന്ന് പറഞ്ഞത്. ഇവിടെ ഒരു ഗ്ലിസ് തുറന്നെടുക്കുന്നുണ്ട്. ഇതിൽ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടേക്ക് എത്തും. എന്നിട്ട് അതിൻ്റെ ചാവി വാങ്ങിക്കാനും വേണ്ടി പോയിക്കുന്നു. സാധനങ്ങളൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു കൊടുക്കേണ്ട അവസ്ഥയായി. എടാ അവരെവിടാ പൊട്ടനെ ഇങ്ങോട്ട് വിളിക്കേ, ഷെരീഫിനെ. ആ ചെങ്ങായി പൊട്ടനാന്ന് തോന്നണേ. എല്ലാം എന്താ പറയുക, ഇവിടെ ഇത്രയും നിങ്ങോട്ട് വരാനുള്ള സ്പേസ് ഉണ്ടായിട്ട്. കർത്താവേ, എടാ ഇവിടെ വന്നാ മോനെ. എടാ കുട്ട ഇവിടെ അങ്ങോട്ട് വായോ. ഇങ്ങോട്ട് വാ. ഈ എടാ ഇവിടെ വാ. ഞാൻ ചെക്കൻ എന്തിനാ പോയി? ഞാൻ അങ്ങനെ വന്ന് എന്താപ്പത് ഇവിടെ സ്ഥലം ഉണ്ടായിട്ട് ഇതിന്റെ ചാവിക്ക് വേണ്ടി പോയിക്കണ ഒരാള്. നിങ്ങളെ അയൽവാസിയല്ല, പറഞ്ഞിട്ട് കാര്യമില്ല. സംഭവം എൻ്റെ ഒരു ഫ്രണ്ടായി എന്നുള്ളത് സത്യം തന്നെ. അപ്പോൾ അതൊന്ന് നീക്കി തന്ന കൂട്ടാ, നമുക്ക് ഈ ഭാഗേ ഈ ഇത് വെച്ചിട്ട് നടക്കാം. അവനെവിടെ? അവൻ പോയില്ലേ? പൊട്ടനായിരുന്നു ഞാൻ കേട്ടിട്ടില്ലേ ജി. അതാണ് സംഭവം. ഇവിടെ എല്ലാവരും എത്തി, പക്ഷെ ചാവി എടുക്കാൻ പോയ ആളെ മാത്രം ഇവിടെ എത്തിയിട്ടില്ല. അല്ല സത്യം പറഞ്ഞ എനിക്കും അറിയില്ല. അത് ഈ ചെറിയ ഗ്യാപ്പുള്ളൂ, പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങോടെ എടാ എന്തുവാണ് അത്? എടാ ഞാൻ കുളിച്ചിക്കടാ. ഇങ്ങോട്ടോക്കെ ഇത്ര ഇതാക്കിയിട്ടുണ്ടാവും. ജസ്റ്റ് ആ ഗ്യാപ്പിലേക്ക് ഇങ്ങനെ തിക്കി വെച്ചളേ. ആരെ പണിക്കാർ കുറച്ച മറ്റാൾക്ക് പേടിയായി. സെറ്റായില്ലേ? നിങ്ങളുടെ ചാക്ക് തുറന്ന് ഇങ്ങോട്ട് എന്റെ തള്ളലേക്ക് തീരെ വിശ്വാസമില്ല. ഇത് റെയിൽവേന്റെ അടുത്തോട്ടോ, അതാണ് ഈ സൗണ്ട്. ട്രെയിൻ പോണ സൗണ്ടാണ്. ചെക്കന്മാര് നമ്മള് കുളിച്ചതായിരുന്നു. വേവാ ആളില്ലാണ്ട് ഇരിക്കണ്. ഇങ്ങോട്ട് വായോ ചേച്ചി, പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ പറയാ, നമ്മളെ തലേ വരച്ചതേ അവനൊന്ന് എറിഞ്ഞാൽ മതിയായിരുന്നു. ചാവി എടുക്കാൻ പോയിക്കാണ് പെർമോൻജി. എടാ ഒന്നല്ല, എൻ്റെ സ്ഥാപനമല്ലേ അല്ലേ?
ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല നിങ്ങൾ ലോക്ക് ലോക്ക് എന്ന് പറയുന്നുണ്ടല്ലോ, ഈ ഒരു ഗ്യാപ്പല്ലേ ഉള്ളു ലോക്ക് എന്ന് പറഞ്ഞത്? ആ അതിൻ്റെ ഉള്ളിൽ കൂടെ എന്താ സാധനം വരില്ലേ? ആദ്യം ഞാൻ പറഞ്ഞാൽ ആദ്യം ഈ സഞ്ചി എടുത്ത് ഒഴിവാക്കി. ആ ആണ്ട് നീച്ചില്ല ജി, ഇനി ഇങ്ങോട്ട് വന്നാനി, അവിടുന്ന് നീച്ചി ഇങ്ങോട്ട് വന്നാനി. ഞാൻ ചായ വെച്ചാണ് വെച്ചാ ആ ഇവിടെ വെച്ചോ, കാണുന്നോടത്ത് വെക്കും. കാരണം ഇവിടെ ഒരാൾ നിന്നോളിട്ട് ആയിക്കൂടെ വരണുണ്ടോ. ആ പേപ്പറിൻ്റെ എടുത്തോളൂ പുണ്യ, ആ പേപ്പറിൻ്റെ എടുക്കുക. ആ അത് രണ്ടും കൊണ്ട് എടുത്തോളാം. ഇപ്പം ഫ്രീ ആയില്ല അവിടെ. ഓക്കെ റെഡിയല്ലേ? മാറി 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 ഇതിന്റെ അടുത്ത് വീഡിയോ എടുക്കല്. ആ പരിപാടിയല്ല, ഞാനിതിനെ കൂട്ടിലാക്കാൻ നിൽക്കുകയാണ്, അല്ലാതെ ആവുമ്പോൾ പ്രദർശിപ്പിക്കാൻ നിൽക്കല്ലോ. ബോസേ ഇതൊന്ന് കൂട്ടി കയറി കഴിഞ്ഞാൽ സമാധാനത്തെയാണ് പോവാന്ന് വിചാരിച്ചില്ല. കേറാണ്ട് കേറാണ്ട് കേറ മോനെ, കേറ വിട്ടാ കണ്ടിട്ട് കേറില്ലേ? സ്ഥലാണത്. എന്താ സെൽഫിക്ക് നീട്ടി പിടിച്ചോ. നല്ല സാധനം ചേച്ചി ഇത് കണ്ടിട്ട് ചോദിക്കല്ലേ? നല്ല ബുദ്ധി. ഒരു 10 വളർത്തി ആടിയിട്ടു. ഐറ്റങ്ങൾ മൂന്നെണ്ണുണ്ടല്ലോ, മൂന്നെണ്ണല്ല 30 അവിടെ ആൾക്കാരുണ്ടോ? എനിക്ക് ആൾക്കാരെ കാണാൻ എന്തെങ്കിലും സീനുണ്ടെങ്കിൽ ചിത്തിപ്പുള്ളിക്ക് കയറിക്കോ. എന്താ നിങ്ങൾ ഉദ്ദേശിച്ചേക്ക്? മലപ്പുറം പോവാണ്ടേ? ആ പിള്ളേരെ കണ്ടിട്ടാണ്, കണ്ടിട്ടാണ്. ഇത് ആൺപാമ്പാണ്, ആൺപാമ്പാണ്. നിങ്ങളെ കണ്ടിട്ടാണ്. അത് എങ്ങണ്ടാ നോക്കണ നോക്കി. ആ കണ്ണ് വെച്ചിട്ടുണ്ടാവും കേട്ടോ. എടാ ഇതില് കേരള ഭയങ്കര ബുദ്ധിയാണെങ്കിൽ അവിടെ ആൾക്കാരുണ്ട് ഇതിന്റെ ഉള്ളിലേക്ക് കയറി. ഒറ്റക്ക് കയറോ? ഞാൻ തന്നെ നിങ്ങളെ പിടിക്കാൻ വന്നാളോ. പേടിപ്പിക്കണ്ട പാവണേ, പേടിപ്പിക്കണ്ട. എന്താടാ ഷെരീഫ എന്റെ പാമ്പ്? ഷെരീഫേ ചേച്ചി കളിച്ചു കൊടുക്കാനാ? തയ്യാറ് പറഞ്ഞില്ലേ പേപ്പർ? പെട്ടെന്ന് വരുന്നു. ഞാൻ എത്രങ്ങാൻ വിളിച്ചുകളെ അവിടെ കേറാൻ പറ്റണില്ല. പുറത്തെന്താ കൊല്ലി? അങ്ങനെ
അല്ല വന്നേ അതിനാ മടങ്ങിക്കണ ശീല ഇല്ല നീല മടങ്ങിയിട്ടൊന്നുമില്ല. എന്റെ കയ്യിൽ ഇന്നത്താണ് എന്നോട് വീഡിയോ എടുക്കാൻ പറഞ്ഞത്. അവന്റെ കൈ ഇതാണ് ഷെരീഫേ ഇത്. അനുസരണയില്ലാത്ത മാമ്പ ഞാൻ ഈ വീട് വിട്ട് വരൂലെന്നാ പറയണേ. ഇത് കാലിച്ചാക്ക ഒരു കാലിച്ചാക്ക് ഇടിയാ വേണാ അപ്പൊ ശരിയാക്കി തരാൻ. ചാക്ക് വേണാ കാലിച്ചാക്ക് ഇടി. ഒരു കാലിച്ചാക്ക് ഇടിക്ക്. നല്ല ചാക്ക് കൊടുത്തോ കേട്ടാ. കാലിച്ചാക്ക് പറഞ്ഞ എങ്ങനെ കട്ടുള്ള ചാക്ക്. സിമെന്റ് ചാക്ക് ആ അത് വൈകി പൈപ്പിന്റെ വഴി. അവിടെ അത് നിവർത്തിയിട്ടാണ് നമുക്കേ ഉപ്പരപ്പ തീരുമാനാക്കാം. ഇവിടെ തൽക്കാലം ഇവിടെ കിടക്കട്ടെ. കയറിയാണ്ട് ഹലോ എടാ എന്ത് കളിയാണ് കളിക്കണേ? അല്ല പറ്റിച്ച് കളിക്കല്ലേ? ഓ അങ്ങോട്ട് ഓടി. എന്ത് വിവരമില്ലാത്ത ഇതത്ര വിവരമില്ല. അതായത് എനിക്ക് വിളിക്കരുത്. നമ്മൾ എനിക്കൊരു സ്ഥലമൊക്കെ കണ്ടെത്തിയിട്ട് ഞാൻ സഞ്ചിയിലാക്കൂ. ഇത് തൽക്കാലത്തിലൊന്ന് ഒളിച്ചിരിക്ക്. ആ അതാ അതിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു. അല്ലെങ്കിൽ ആ പാമ്പ് പേടിച്ചിരിക്കുന്നു. വല്ലാത്ത വെറുപ്പിക്കലാണ് പോലെ ഉള്ളത് പറയാലോ. എന്താ ഇതിന് കേറത്ത്? അവിടെ മടങ്ങിക്കണ ആര് മടങ്ങിയത്? ആ സഞ്ചി എന്നെ പേടിപ്പിക്കലടി. അവിടെ ഇളകല്ലില്ല. നമ്മള് അത്രയും മെനക്കെട്ടിട്ടുള്ള അങ്ങോട്ട് അടങ്ങിയിരുന്നോടി വന്നു. എന്താ കേറിക്കണ അതിൻ്റെ ഉള്ളിലേക്ക്. അതിൻ്റെ ഉള്ളിലേക്ക് കേറടി. എനിക്ക് മലപ്പുറം പോണടി. എന്ത് കഷ്ടം ഇതിൻ്റെ ഒരു കാര്യം. ഇല്ലാത്ത പാമ്പാണല്ലോ, അനുസരണയില്ലാത്ത പാമ്പ്. അതിനെ കാട്ടുന്ന് വിചാരിച്ചിട്ടാണ്. ശരി ആ പറയൂ. ഞാൻ എന്നോട് ഒരു കാര്യം പറഞ്ഞുതരാം. ഇതിന്റെ ആ വണ്ടിമ ഒരു കവറുണ്ട് സൈഡില് തൂക്കിയിരുന്നു. ആ കവറിന്റെ എടുക്കുക. പിന്നെ ആ ബാഗിൽ കൈയിട്ടാല് ഒരു ചാക്കും കിട്ടും. ഒരു കവറിൽ ഒരു ചാക്കുണ്ട്. സഞ്ചി ഇങ്ങനത്തെ സഞ്ചിണ്ട്. അതുണ്ട് എടുക്ക്. അതില് വേറെ നാട്ടിലത്തെ പാമ്പുണ്ടോ? അത് വേറെ നാട്ടിലത്തെ പാമ്പൊന്നും ഇല്ല. ഞാൻ എടുത്തൂടെ. അത് എടുത്തിട്ടേ കുട്ടാ എന്റെ വണ്ടിന്റെ സൈഡ് ഉണ്ടാവില്ല. സൈഡിൽ ഇങ്ങനത്തെ ഒരു കമ്പി ഉണ്ട്. അതുകൊണ്ട് എടുത്തു തന്നാ. എന്ത് കമ്പിയാണ്? വണ്ടിന്റെ സൈഡില് നോക്കണ്ട. ഞാൻ ഇവിടുത്തെ ആളല്ല. എന്താ അതിന്റെ മേലെ മോയാ മുറിയാ? അതെന്തെങ്കിലും അസുഖവും പ്രായണ്ട്. പ്രായത്തിന്റെ അല്ല. പ്രായം എന്ന് പറയാന് അത്യാവശ്യം വളർച്ച കണ്ടിട്ട് നമുക്ക് പ്രായം പറയാം. പക്ഷെ ഇത്ര പ്രായമായി എന്നുള്ളത് പറയാൻ പറ്റില്ല കേട്ടോ. വളർച്ച കണ്ടിട്ടേ എന്തെങ്കിലൊക്കെ ഒരു ഇതാവും. അസുഖങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഷെരീഫാ ആ ഷെരീഫിനോട് ഇതെടുക്കാൻ പറയും. ആ തുണി എടുക്കാൻ പറയും. തുണിയോടാ ശീല ആ തുണി അതിൻ്റെ ഉള്ളിൽ ഒരു ഫ്രെയിം ഉണ്ട്. അതിന് കോർത്താണ്. നമ്മളെക്കാട്ടും വലിയ ആള്. അത് ശരി കോർക്കടായ്മ കേട്ടടാ. എന്നിട്ട് ആ സൈഡിൽ കൂടെ ഇങ്ങനെ കയറ്റിക്കോ. അത് എടുക്കേ. ഷെരീഫ് എടുക്കണ പണി എടുക്കേ. എടാ എടുക്കടാ. എന്റെ കുട്ടി പണി എടുക്കണ. ഇപ്പൊ കയറ്റി തരാം. അതിന്റെ ആരും ദുരിതങ്ങൾ ശരിയാക്കി തരാം കേട്ടാ. അവന്റെ പണിക്കാരനെങ്കിലോ ബേജാറായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ക്യാമറമാനെ എന്നെ ചതിച്ച്. സോറി ഞാൻ പറഞ്ഞു. അങ്ങനെ കൊണ്ടടാ മുട്ട. അല്ല അതിന്റെ കമ്പി വേണ്ടേ? കണക്ട് തിരിച്ച് കണക്ട് ചെയ്തോ. ഇനി അതിലെടുക്കുക. ഇനി അവനെടുക്കുക. പൊട്ടനാണിത്. അങ്ങോട്ട് വന്ന ആളല്ല. നിങ്ങൾ ആരുമല്ല. നിങ്ങൾ അവിടെ അവിടെ മതി. ഒന്നും ചെയ്യില്ല. അതായത് നമ്മള്
കേട്ടിക്കണോ മറ്റേ ഇജ്ജ് പഠിച്ച സ്കൂളത്തെ ഹെഡ് മാഷായിരുന്നു നമ്മള്. അറിയാം എനിക്ക്? അറിയുമോ? അറിയില്ല? ശരിയാക്കി തരട്ടാ. പിന്നെ നോക്കരുത്. എന്താ പറയാ മറ്റേ നോക്കിക്കോ. ഇത് ഞാനല്ലാന്ന് പറഞ്ഞാല് ഞങ്ങൾ പോയി കണ്ടുവോ? എനിക്ക് കൂട്ടി കയറാൻ വയ്യല്ല, ഇന്നെ നോക്കാനേ പറ്റുള്ളൂ. പഠിപ്പിക്കേ അതിനാ ഞങ്ങൾ നീങ്ങിരിക്കെന്ത് തുൻപോണേ. വാൾട്ട് റിവേഴ്സ് അടിക്കല്ലേ? റിവേഴ്സ് അടിച്ചു പോവാ. എല്ലാവരും സ്കൂളിൽ പായാൻ പറ്റില്ല തോന്നുന്നു. പിന്നെ ആ സാധനം കാണിച്ചാ മറ്റേ കൂട്. ഉണ്ണി 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 ഇതിന് കേറുണ്ണി. കഴിഞ്ഞുണ്ണി കഴിഞ്ഞുണ്ണി. നിങ്ങളെ കാറിനാണേ എല്ലാം പറയാലോ. നിങ്ങളെ നോക്കി നിന്നിട്ടാണ്. ഇത് ഹാൻഡ് ബോംബാണ്. അങ്ങനെ കുറെ സുന്ദരികൾ അവിടെ ഉണ്ടായിട്ടാണ്. അപ്പോൾ വളരെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ അല്ലേ? കാരണം എന്ന് വെച്ചാൽ നമ്മളെ ബാഗിലൊക്കെ നോക്കി ആള് കയറുന്നില്ല. ലാസ്റ്റ് നമ്മളെ എന്താ പറയുക ഫ്രെയിം കൊണ്ടുവന്ന് എടുക്കേണ്ട അവസ്ഥയായിരുന്നു. അതുവരെ ആള് നമ്മളൊന്ന് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ആളെ നല്ലൊരു അഗ്രസീവാണ് അല്ലേ? നല്ല കടിക്കാനുള്ള ടെൻഡൻസി കൂടുതലുള്ള ആളായിരുന്നു. എന്തെന്നായാലും ആർക്കും ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഇവരൊക്കെ അതാ ഇവിടുത്തെ പണിക്കാരാണ്. ഇത് നമ്മളെ ലോഡ് കയറ്റാൻ വന്ന ആളാണ്. ഇതാണ് നമ്മളെ കൊച്ചു മുതലാളി, പാമ്പിന്റെ വലിയ മുതലാളിയല്ലേ? ഇതിന് വലിയപ്പുണ്ടോ ഇതിന് സ്ഥാപനത്തിന് ഇപ്പല്ലേ? അപ്പൊ കൊച്ചു മുതലാളി, പാമ്പിന്റെ കൊച്ചു മുതലാളിയാണ് ഷെരീഫ് കാക്ക. ഞങ്ങള് ഒരുമിച്ച് ഒരേ ക്ലാസ്സിൽ ആക്കി പറയില്ല, തുടരുന്ന ആൾക്കാരാണ്. അപ്പോൾ എന്തെന്നായാലേ ഷെരീഫാക്കാൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ക്ലാസ്സിൽ നിന്ന് പറയും ഇവരെ വീട്ടിലൊരു പാമ്പ് വന്നില്ല. എല്ലാവരും ഇങ്ങനെ പറയും അവരുടെ വീട്ടിൽ പാമ്പ് വന്നാൽ കാണായിരുന്നു എന്നുള്ളത്. എന്തായാലും ഷെരീഫാക്കാൻ്റെ ആ ഒരു ആഗ്രഹം സഫലമായിട്ടുണ്ട്. അപ്പോൾ ഷെരീഫാക്ക സന്തോഷമായ? സന്തോഷം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. കാരണം വെച്ചാൽ ലോഡ് കയറ്റുന്ന ആൾക്കാർക്കും പ്രശ്നമാണ്. ഇനി അതേപോലെ തന്നെ പണിയെടുക്കുമ്പോൾ ഒക്കെ ആകെ കഴിഞ്ഞ ദിവസം കണ്ട സാധനം ആയതുകൊണ്ട് ഇവർ ആകെ ടെൻഷനായിട്ടാണ് നിൽക്കണേ. പിന്നെ ഇവൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇവർ രാത്രിയൊക്കെ ഇങ്ങോട്ട് വരുന്നതാണ്. അപ്പോൾ എന്തോ പടച്ചവൻ്റെ ഒരു കാര്യം കൊണ്ട് മാത്രമാണ് ഒന്നും സംഭവിക്കാതിരുന്നത് അല്ലേ? ഈ പിടിക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് വട്ടം നമ്മളെ എന്താ പറയുക ആക്രമിക്കാൻ നോക്കിയാണ്. അപ്പോൾ സംഭവം ഒന്നും നടന്നില്ല, മൂപ്പരെ കാര്യം നടന്നില്ല. അപ്പോൾ നമ്മളെ ഐഡിയക്ക് കളിച്ചതാണ് അല്ലേ? അതായത് എന്താണ് മൂപ്പര് പഠിച്ച ക്ലാസ്സിൽ അല്ലല്ല, മൂപ്പര് പഠിച്ച സ്കൂളിലത്തെ ഹെഡ് മാഷായിരുന്നു നമ്മൾ. അപ്പോൾ അതുകൊണ്ട് എന്തായി കാര്യം റെഡിയായി. പിന്നെ നമ്മളെ ക്യാമറമാൻ ഉണ്ടായിരുന്നു ഇവിടെ. ക്യാമറമാൻ ദുൽമൊക്കെ കാട്ടിയിട്ടുണ്ട്. സ്റ്റാർട്ടിങ് ഒന്നും ഇല്ല, എന്നാലും അത് കുഴപ്പമില്ല. എടാ മുത്ത എവിടെ വന്ന ഇവിടെ വാ. ഇതെന്താ പണിക്ക് പോണ്? എന്തുവാണേ പേരെന്താ? മിഥിലേസ്. വീട് എവിടെ? ബീഹാർ. മലയാളം കുറച്ചറിയില്ലേ? നല്ല അറിയും. അത് ശരി. എന്നിട്ടാണ് അപ്പോൾ എന്താ പറയുക ഈ ബിസിനസ് അല്ലേ കിട്ടണില്ല. ആ ബിസിനസ് തിയേറ്ററൊക്കെ ഉണ്ടായതുകൊണ്ട് നമ്മളെ കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് നടന്ന്. അപ്പോൾ ഓക്കെ, എല്ലാവരോടും താങ്ക് യു. ഷെരീഫാക്ക അടുത്ത ആഴ്ച കാണാം. അപ്പോൾ ഓക്കെ, നമ്മളെ ഈ റെസ്ക്യൂ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്, ഈ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഓക്കെ, താങ്ക് യു.